പറ്റി പറയാൻ നിനക്ക് എന്താ അവകാശം? എന്താ നീ പറയണത്? എന്റെ പേരെടുത്ത് ഇവിടെ വാർത്ത ഉണ്ടാക്കാൻ എന്താ നിന്നോട് ആര് പറഞ്ഞേ? ക്യാൻസൽ ചെയ്തല്ലോ, ആ വാർത്ത ക്യാൻസൽ ചെയ്യുക. ഫവസെ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കേരള ഹൗസിലെത്തിയ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ ഒരു വാർത്ത ചെയ്ത് ഇതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനൽ, പ്രസ്തുത റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലിന്റെ റിപ്പോർട്ടേഴ്സ് ആ വാർത്ത ചെയ്തതിനെതിരെ അവർ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ വാർത്ത ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുക, ഇറേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ ഷൗട്ട് ചെയ്യുന്നത്. ദീപ ജോസഫ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീപ ജോസഫ് സുപ്രീം കോടതി അഭിഭാഷക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ അടുത്ത് അവരെ കൂടുതലും വൈറലായിട്ട് നമ്മൾ കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിലാണ്. അഭിപ്രായ പ്രകടനം എല്ലാവർക്കും അവരുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഭരണഘടന കൊടുക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അവര് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ അതിജീവിതയെ മറ്റൊരു പേരിൽ വിളിച്ച് വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു കേസിന്റെ പുറത്ത് അവർക്ക് നോർമലി ഇവിടുത്തെ ലോവർ കോർട്ടിൽ കൊടുക്കായിരുന്നു, ഹൈക്കോടതിയിൽ അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ അവർ നേരിട്ട് സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് തന്നെ ആദ്യത്തെ ചാൻസിൽ തന്നെ ജാമ്യം കിട്ടിയില്ല. പിന്നീട് കിട്ടിയോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു വിഷയത്തിലും പിന്നീടും സ്റ്റേറ്റ്മെന്റ് നിലപാടുകൾ മാറ്റാതെ തന്നെ അവർ കൃത്യമായിട്ടും അവരുടെ നിലപാടുകൾ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അവർ കേരള ഹൗസിൽ ചെന്നത്, ഇന്നലെ കേരള ഹൗസിൽ ചെന്നു, ഓക്കെ, ആർക്ക് വേണമെങ്കിലും ചെല്ലാം കേരള ഹൗസിൽ. അവരൊരു സുപ്രീം കോർട്ട് അഭിഭാഷക കൂടിയാണ്. അവിടെ അവർ ചെന്നു എന്നുള്ളതിനെ വേറൊരു മാനത്തിൽ കാണേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ടോ മാധ്യമ പ്രവർത്തനത്തെ വേറൊരു രീതിയിലാക്കിയ രണ്ട് ചാനലുകളെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിപ്പോർട്ടർ ചാനലിന്റെയും കൈരളിയുടെയും മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്തത് വേറൊരു രീതിയിലാണ്. അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയെ അപമാനിച്ച കേസിലെ പ്രതി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് കേരള ഹൗസിലെത്തി, വി.ഡി. സതീശനെ കാണാനായിട്ട് കേരള ഹൗസിലെത്തിയെന്ന്. അത് തികച്ചും അന്യായമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇത്? അവരവിടെ ചെന്നത് എന്തിനാന്നുള്ളത് ഇവർക്കറിയോ? അറിയില്ലാത്തൊരു കാര്യം സ്റ്റേറ്റ് ചെയ്തുകൊണ്ട്, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്യാന്ന് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണ്. അപ്പൊ അതിനെതിരെ അവരുടെ സമ്മതമില്ലാണ്ട് അവരുടെ ന്യൂസ് പകർത്തിയപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യണം, ഇറേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്ന ഭാഗമാണ് പുറത്തു വന്നത്. ഇവര് ഷൗട്ട് ചെയ്യുന്നത് മാത്രം വൈറലാവുമ്പോൾ ഇതിന്റെ പിന്നിൽ സത്യം എന്താണെന്നും കൂടി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ദീപ ജോസഫിനെതിരെ കാണിച്ചത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വന്നൊരു തെറ്റായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത് എന്താണെന്ന് അറിയോ, ഇപ്പം ഒന്ന് കേരള ഹൗസിൽ ആരൊക്കെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ളതാണ്. ആർക്കും വേണമെങ്കിലും പോവാം. കേരള ഹൗസിൽ ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഡൽഹി പോകുന്ന ഏതൊരാൾക്കും നല്ല ഫുഡ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പോകുന്നത് കേരള ഹൗസിലാണ്. അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും, സ്വാഭാവികമാണ്. അത് ഞാൻ വന്നു അവിടെ പ്രവാസം വന്നത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് അവരുടെ ഒരു ഊഹാമോഹങ്ങൾ വെച്ചുണ്ടാക്കി പടർത്തി വിടുക എന്നുള്ളതാണ് ന്യൂസ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട രണ്ട് ചാനൽ, ഞാൻ കൈരളിനെ പറയുന്നില്ല, കാരണം കൈരളി നമുക്കറിയാം, അവർ ഓൾറെഡി ഇപ്പോൾ ജയ്ഹിന്ദ് ആണെങ്കിൽ അവരുടെ ഐഡിയോളജി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നുണ്ട്. ജനം ടി വി ആണെങ്കിൽ അവർ പറയുന്നുണ്ട് BJP സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൈരളി ആണെങ്കിൽ അവരും പറയുന്നുണ്ട് CPM ഹാൻഡലിന് അല്ലെങ്കിൽ അവർ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞ എന്തായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ കേരളത്തിൽ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമം, ഞാൻ പേരെടുത്ത് ഇപ്പം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, റിപ്പോർട്ടർ ചാനൽ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും റിനിയാൻ ജോർജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ടോപ്പിക് ഒഴിവാക്കും, രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട ഏത് സാധനം ആദ്യം എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പുറത്ത് വിടുന്ന ചാനൽ ഇവരായിരിക്കും. വേറെ ആർക്കും കിട്ടാത്ത സാധനങ്ങൾ ഇവർക്ക് കിട്ടായിരിക്കും. ഇവരുന്നായിരിക്കും ബാക്കി ചാനലൊക്കെ സാധനം കിട്ടുന്നതും. ബാക്കി എവിടെയും ചർച്ച ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഉദാഹരണം ഞാൻ പറയാം. ഞാനവിടെ കൊല്ലത്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു സീനിയർ ആളുണ്ട്. ആള് ടൈം പോകുന്നില്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞത്, എടാ ചാനൽ ഞാൻ ഇട്ടതപ്പോൾ 24 ആയിരുന്നു, ഇതൊന്നിട്ട ടൈം പോലും, നീ ആ റിപ്പോർട്ടർ ചാനൽ ഇടുക, അതിൽ കുറച്ച് സ്പൈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, ടൈം പോകണമെന്നുണ്ടെങ്കിൽ അരുണിനെ വേണം, അപ്പം ആ ചാനൽ ഇട്ടാൽ മതിയാറ്. ഞങ്ങളുടെ പോകുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ചാനൽ അത് മാത്രമാണ്. കാരണം എല്ലാവർക്കും ഒരു ടൈം പാസ് വേണം അവിടെ ബോറടിച്ചിരിക്കുമ്പോൾ ഉള്ള സമയത്ത്. മസാലകൾ വേണം, കാരണം ആർക്കും കിട്ടാത്ത ന്യൂസ് ആയിരിക്കും ഇവരെ കിട്ടുക. ഈ പറഞ്ഞ പോലെ ഞാൻ കേരള ഹൗസിന് പോയത് ഇന്ന പ്രവാസ് കേരള ഹൗസിൽ ബോംബിടാൻ പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇടുക. അപ്പം എന്താ പറയുക, നമുക്ക് എന്ത് വേണമെങ്കിലും പടച്ചു വിടാം. അത്തരത്തിൽ ഉള്ള ഒരു ചാനലായിട്ടാണ് ഞാൻ റിപ്പോർട്ടർ ചാനൽ കണ്ടിട്ടുള്ളത്. അല്ല, ഉറപ്പായിട്ടും ഈ പടച്ചുവിടലില് ഇപ്പോൾ അതിജീവിതകളെ ഉണ്ടാക്കുന്ന ഫാക്ടറി കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അതിജീവിതകളൊക്കെ അന്വേഷിക്കുന്ന പോലീസ് അന്വേഷണം വരണതിന് മുമ്പും പരാതികൾ വരണതിന് മുന്നേ തന്നെ പോലീസിന്റെ ഓരോരുത്തരെ വിളിച്ച്, അതും സിപിഐയുടെ ആ ഒരു നേതാവായിരുന്ന, ആ സമയത്ത് മെമ്പറായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ആളുകളെ വരെ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് അതിജീവിത ആകാമോ എന്ന് കെഞ്ചുന്ന അവസ്ഥയാണ്. അതിജീവിതകളെ കണ്ടുപിടിക്കാൻ അവർക്കൊരു സൈബർ വിങ് തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇല്ലാത്തതാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഫാക്ടറി കൂടി നടത്തുന്ന ഒരു ചാനലാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂസുകൾക്ക് പഞ്ഞ ഉണ്ടാവുന്നില്ല. ശരിക്കും ഇപ്പൊ ഇന്നലെ ദീപ ജോസഫിന്റെ കാര്യത്തിൽ നടന്നതാണെങ്കിലും അവരെ പറ്റിയിട്ട് അങ്ങനെ ചെയ്ത് അവര് എന്തിനവിടെ പോയി എന്നുള്ളതിന്റെ സത്യാവസ്ഥ അറിയാണ്ട്
വായി തോന്നുന്ന ഊഹാപോഹങ്ങൾ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ദീപ ജോസഫിനോട് മറ്റു കാര്യങ്ങളിൽ ഇപ്പൊ അതിജീവിതയെ അപമാനിച്ചു അത്തരം കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് അവര്. പക്ഷെ ഇന്നലെ അവർ കേരള ഹൗസിൽ പോയത് വി.ഡി. സതീശനെ കാണാനാണ് എന്ന് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചാനൽ പറയുമ്പോൾ അതിനെതിരെ ശരിക്കും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് നമ്മളെവിടെയെങ്കിലും വെച്ച് കാണുന്നു, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് നമ്മളിപ്പോൾ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ പോലും ഇവർ വേറെ രീതിയിലായിരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ ന്യൂസ് ആക്കാൻ പോകുന്നത്. അതൊക്കെ മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് നിയമപരമായിട്ട് ഒരാളെ അവരുടെ അനുവാദം ഇല്ലാണ്ട് അവരെ പറ്റിയിട്ട് ന്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂ തന്നേ പറ്റുള്ളൂ എന്ന് ശഠിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനൊരു റൈറ്റ് മാധ്യമങ്ങൾക്ക് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഇന്റർവ്യൂവിന് വേണ്ടി ചെല്ലുമ്പോഴത്തേനും അയാൾക്കത് തരാൻ സമയമില്ല അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകുന്നേ പറ്റുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഞങ്ങളോട് ഇത് ആൻസർ ചെയ്തേ പറ്റൂ എന്ന് വാശി പിടിക്കാനുള്ള അത്ര വലിയ റൈറ്റ് ഒന്നും ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നമുക്കില്ല. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19 ഭരണഘടന നമുക്ക് തരുന്നുണ്ട് റൈറ്റ് ടു ഫ്രീഡം ടു സ്പീച്ച് എന്ന് പറഞ്ഞ സാധനം. അതിൽ തന്നെയാണ് സബ് ക്ലോസ് ആയിട്ട് ഈലാണ് പറയുന്നത് മാധ്യമപ്രവർത്തകർക്കും ഈ സാധനം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇത്ര മാത്രം നോക്കി നിങ്ങൾക്ക് കൈവീശി നടക്കുന്ന അധികാരമുണ്ട്, പക്ഷെ അത് കൈവീശിൽ മറ്റൊരാളുടെ മൂക്കി തട്ടാൻ അധികാരം നമുക്കില്ല. അത്ര വരെ നമുക്ക് ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ അധികാരം ഉണ്ട് അവർക്ക് എല്ലാവരുടെയും സാധനം എടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ വേണ്ട, ഇപ്പം ഞാൻ വന്നിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുകയാണ്, നിങ്ങൾ പറഞ്ഞാൽ വേണ്ട എൻ്റെ വീഡിയോ ഇടണ്ട അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ TV കാണിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ഡിസിഷൻ നിങ്ങളുടേതാണ്. അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ അധികാരം നിങ്ങൾക്കുണ്ട്. കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ സാധനമാണ്. ഇപ്പം നിങ്ങൾ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൈവസിയിലൂടെ ഞാൻ കടന്നുകൊണ്ട് ഞാനത് ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ആക്കി കഴിഞ്ഞാൽ അത് എനിക്കെതിരെ കേസ് നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനെ എല്ലാവിധ എന്താ പറയുക അതിരുകളും കടന്നുകാണ്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അവർ ചെയ്തതിൽ വെച്ച് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ സുപ്രീം കോടതി അഭിഭാഷക കൂടിയാണ് അവരെന്തായാലും ഇതിന്റെ നിയമ നടപടി സ്വീകരിക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്തരം ചില തിരിച്ചടികൾ കിട്ടിയാൽ മാത്രമേ ഇത്തരം മാധ്യമപ്രവർത്തകരുടെ ഒരു ലെവലിന് അപ്പുറത്തേക്കുള്ള കൈകടത്തലുകളില്ല. നമ്മൾക്കിപ്പോൾ ഒരു കാര്യത്തിൽ ഊഹാപോഹങ്ങൾ പറയാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള കാര്യം പറയാം, പക്ഷെ അവരെ എടുത്തു വെച്ചിട്ട് അവരെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലേക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് അങ്ങനെ അതാണ് സത്യം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ഇളക് തന്നെ ചെയ്യും. അതിനൊരു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് വിചാരിക്കുന്നുള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രത്യേക ചാനൽ തന്നെയാണ് JNL സ്റ്റേഡിയം ഏറ്റെടുത്തത്. അവിടെ മെസ്സിയെ കൊണ്ടുവരുന്നു പറയുന്നു സാധനം അവിടെ പല ഭാഗത്തും പൊളിച്ചിടുന്നു, വലിയ റോഡ് പണി നടക്കുന്നു, പുറത്തുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ മൊത്തം പൊളിച്ചിട്ട് പുതിയ രീതിയിൽ കൊണ്ടുവരുന്നു പറയുന്നു. അവസാനം ഈ പറഞ്ഞ പോലെ മെസ്സി പോലും അറിയാണ്ടാണ്, മെസ്സി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും പിന്നെ അതിനുശേഷം ക്രിസ്ത്യാനോ ഈ പറഞ്ഞ പോലെ വേറൊരു സ്റ്റേറ്റിൽ വരുന്നുണ്ട്, വേറൊരു എന്താ പറയുക സംസ്ഥാനത്ത്. പക്ഷെ കേരളത്തിൽ അപ്പോഴും ആരും വരുന്നില്ല എന്നുള്ളത് വലിയ ചർച്ച തന്നെയായിരുന്നു. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക വെറുതെ പടച്ചു വിടുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും, ഞങ്ങൾ സ്റ്റേഡിയം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരണകൂടം അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഇത്തരത്തിൽ എല്ലാം കൊണ്ടും ഭരണത്തിൻ്റെ സപ്പോർട്ട് അവർക്കായിരുന്നു, മാധ്യമങ്ങളുടെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ സ്പൈസി സാധനം അവർക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പൊക്കെ പ്രത്യേകം കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും അവർക്ക് സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ, ഇപ്പം വരുമ്പോൾ എല്ലാം മാറിക്കഴിഞ്ഞു. ഇത്തരത്തിൽ ഇനിയൊരു കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ല ശക്തമായൊരു ഭരണകൂടം നിൽക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇത്തരത്തിൽ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശക്തമായി മുമ്പോട്ട് പോകും. അതല്ല ഡയറക്റ്റ് കോടതി പോവുകയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നടപടി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്.